ഹായ് ഹലോ ഡിയോസ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസ് ഫാമിലി പരിചയപ്പെട്ടിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. ടെൻസുകൾ പരിചയപ്പെടുന്നതിന് മുന്നേ നമ്മൾ പഠിക്കേണ്ടതാണ് വെർബിൻ്റെ 3 ഫോം V1, V2, V3. ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഈ ടെൻസുകൾ പഠിക്കാൻ കേട്ടോ. ഇതെങ്ങനെ ഓർത്തിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെർബ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് അതിൻ്റെ V1, V2, V3 ഫോം എന്താണെന്ന് നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഓർമ്മ നിൽക്കും. ഇത് നമുക്ക് ഇവരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 പേരെ എടുക്കാം. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഈ പേരുകൾ പോലെ തന്നെ ഇവർ 3 പേരും വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ റൈറ്റ് എ സ്റ്റോറി. ഞാനൊരു സ്റ്റോറി എഴുതുന്നു. ഷീ റൈറ്റ്സ് എ സ്റ്റോറി. അവൾ ഒരു സ്റ്റോറി എഴുതുന്നു. ഇതിൽ നമുക്ക് വെർബിൽ മാത്രമാണ് ഒരു ചേഞ്ച് വരുന്നത് അല്ലേ. ഒരു വെർബിന് എസ് ഉണ്ട്, ഒരെണ്ണത്തിൽ എസ് ഇല്ല. അത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ട്. അത് കയറി കാണും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും കണ്ട ശേഷം ഇത് കാണും. അപ്പോൾ ഇതിൽ വെർബായിട്ട് ഒന്നല്ലെങ്കിൽ പ്ലെയിൻ വെർബായിരിക്കും, ഇപ്പോൾ റൈറ്റ്, റീഡ്, ടീച്ച്, അങ്ങനെ സിമ്പിൾ വെർബായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ എസ്, ഇ എസ്, ഐ എസ് ചേർത്ത ഫോമായിരിക്കാം വെർബ്. ഇനി സിമ്പിൾ പാസ്റ്റ് ഒന്ന് നോക്കൂ. ഐ റോട്ട് എ സ്റ്റോറി. ഞാനൊരു കഥ എഴുതി. ഷീ റോട്ട് എ സ്റ്റോറി. അവൾ ഒരു കഥ എഴുതി. ഇതിൽ വെർബ് നോക്കൂ, V2 ഫോമാണ് വന്നിരിക്കുന്നത്. റൈറ്റ് എന്ന വെർബിൻ്റെ V2 ഫോമായിട്ടുള്ള റോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് വെർബ് മാറ്റമൊന്നും വരുന്നില്ല. ഇത് നമുക്ക് ഫ്യൂച്ചർ ടെൻസ് നോക്കൂ. ഐ വിൽ റൈറ്റ് എ സ്റ്റോറി. ഷീ വിൽ റൈറ്റ് എ സ്റ്റോറി. ഞാനൊരു സ്റ്റോറി എഴുതും, അവളൊരു സ്റ്റോറി എഴുതും. ഫ്യൂച്ചർ ടെൻസ് ആണല്ലേ. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മൾ വില്ലെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. വിൽ പ്ലസ് V1. ഇത് നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷീ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. അവളൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഐ ഡു എക്സസൈസസ് ഡെയിലി. ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റ് വന്നപ്പോൾ എസ് ചേർത്ത വെർബും പ്ലൂറൽ സബ്ജക്റ്റ് വന്നപ്പോൾ എസ് ഇല്ലാത്ത വെർബോട് നമ്മൾ ആഡ് ചെയ്തത് അല്ലേ. സിമ്പിൾ പ്രസൻറ്റിൽ. പാസ്റ്റ് ടെൻസിൽ നോക്കി നോക്കൂ. സിമ്പിൾ പാസ്റ്റിൽ വി വെൻറ്റ് ടു കോട്ടയം യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ കോട്ടയത്തേക്ക് പോയി. ഷീ ക്രൈഡ് എ ലോട്ട് ഫോർ ചോക്ലേറ്റ്സ്. അവൾ ചോക്ലേറ്റ്സിന് വേണ്ടി ഉറക്കെ കരഞ്ഞു. ഈ സിമ്പിൾ പാസ്റ്റിലുള്ള വേർബുകൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഫോം ഓഫ് വേർബിൻ്റെ കൂടെ ED ഫോം ചേർത്തുണ്ടാവും. ക്രൈഡ്, വാക്ഡ്, ടോക്ഡ്, ലുക്ഡ്, കുക്ഡ് ഒക്കെ ED ഫോം ചേർത്തിട്ടുണ്ടാവും മിക്ക പാസ്റ്റ് ടെൻസ് വേർബിൻ്റെ കൂടെ. ഇനി നമുക്കിതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിൾ പ്രസൻറ്റിൽ പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ബേസ് ഫോം ഓഫ് വേർബ് ആയിരിക്കും. സിംഗുലർ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലോ ബേസിക് ഫോം ഓഫ് വേർബിനൊപ്പം എസ്, ഇ എസ്, ഐ എസ് ചേർത്ത ഫോം വേർബ് ആയിരിക്കും. ഓക്കെ. സിമ്പിൾ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിനോടൊപ്പം V2 ഫോം വേർബ് ആയിരിക്കും ചേർക്കാം. ഇതിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലും സെയിം വേർബ് തന്നെ വരെ, അതിൽ കൺഫ്യൂഷൻ വേണ്ട. സിമ്പിൾ ഫ്യൂച്ചറിലാണെങ്കിലോ സബ്ജക്റ്റിനോടൊപ്പം വിൽ പ്ലസ് വേർബ് ചേർത്തണം. V1 ഫോം ആയിരിക്കും. ബേസ് ഫോം ഓഫ് വേർബാണ് പ്ലസ് വില്ലിനോടൊപ്പം V1 ഫോം വേർബ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചറായി. ഇനി നമുക്ക് കണ്ടിന്യൂസ് ടെൻസുകൾ നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. കണ്ടിന്യൂസിനെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലോർക്കേണ്ടത് ING ഫോമാറ്റാണ്. എവിടെ കണ്ടിന്യൂസ് ഉണ്ടോ അവിടെ ING ഉണ്ട്. അത് മറക്കാതെ ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് പ്ലേയിങ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നിമിഷം ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യം. ഇപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഐ ആം ടീച്ചിങ്, യു ആർ ലിസണിങ്. അതായത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ ഓക്സിലറി വെർബുകൾ ഈസ്, ആർ. ഇനി ഐ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ആം യൂസ് ചെയ്യാം കേട്ടോ. ഈസ്, ആർ, ആം. ഈ 3 വെർബുകളാണ്, ഓക്സിലറി വെർബ്സ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ മറക്കരുത്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് എടുക്കുമ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബുകൾ വാസ് ആൻഡ് വേർ ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വാസും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വേറും യൂസ് ചെയ്യാം. അവിടെ ING ഫോം വേർബിനോടൊപ്പം ING ഫോം യൂസ് ചെയ്യാം. ഇതിൽ ഓക്സിലറി വെർബ്സിന് മാത്രമാണ് ചേഞ്ച് വരുന്നത്. ഇതിൻ്റെ മീനിങ് നോക്കൂ. ദേ വേർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് പ്ലേയിങ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ, വാസ്, ഈ 2 വേർഡ്സിൻ്റെ മീനിങ് ആയിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോഴോ ആമിൻ്റെയും ഈസിൻ്റെയും ആറിൻ്റെയും മീനിങ് ആണ് എന്നതാണ്. ഇനി ഫ്യൂച്ചർ ടെൻസ് ആണെന്നുണ്ടെങ്കിലോ ആകും എന്നതാണ്. ദേ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് നീ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാവും. ഹി വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ. നീ ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ. ആയിരിക്കും, വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING. കണ്ടിന്യൂസിൽ എന്തായാലും ING ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്സിലറി വേർബ്സിന് മാത്രമാണ് ചേഞ്ച് വരുന്നത്.
ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വേറെ നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ദേ ആർ സിറ്റിംഗ് അണ്ടർ ദ ട്രീ. അവർ മരത്തിന് താഴെ ഇരിക്കുകയാണ്, ഇപ്പോഴും അവരവിടെ ഇരിക്കുന്നുണ്ട്. ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ആകാശത്തിലൂടെ പറവകൾ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നോക്കൂ, രണ്ടിലും ആറാണ് വന്നിരിക്കുന്നത്, കാരണം അവിടെ സബ്ജക്റ്റ് പ്ലൂറലാണ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിൽ ദേ വർ ടോക്കിംഗ് എബൌട്ട് യു. അവർ നിന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് വാച്ചിങ് ദ മൂവി. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അന്ന് ആയിരുന്നു, പക്ഷെ ഇപ്പം അല്ല. ഓക്കെ, അന്ന് പാസ്റ്റിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാകും, ആ സമയത്ത് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാകും. ഷി വിൽ ബി ഡൂയിങ് എക്സസൈസസ്. അവൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാവും. ഓക്കെ, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യമാണ് കേട്ടോ. അടുത്തത് നോക്കൂ, ഹി വിൽ ബി സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങുകയായിരിക്കും. ചിലപ്പോൾ ഞാൻ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവൻ ഉറങ്ങുകയായിരിക്കും. ഓക്കെ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഫോമാറ്റ് ഒന്ന് നോക്കാം. കണ്ടിന്യൂസ് ടെൻസിൽ എന്തായാലും വെർബ് പ്ലസ് ING ഫോം വരും. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റിനോടൊപ്പം ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് വേർബ് പ്ലസ് ING ആയിരിക്കും. ഇത് സബ്ജക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഈസാണോ ആറാണോ ആം ആണോ എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ സബ്ജക്റ്റിനോടൊപ്പം വാസോ അല്ലെങ്കിൽ വേറോ ആണ് എന്തായാലും വരിക, പ്ലസ് വേർബ് പ്ലസ് ING ആയിരിക്കും. ഈ വാസും വേറും സബ്ജക്റ്റിൻ്റെ പ്ലൂറലാണോ സിംഗുലറാണോ എന്ന് നോക്കിയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലോ സബ്ജക്റ്റിനോടൊപ്പം എന്തായാലും വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING ഫോം ആയിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്